മിൽമ പാലിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആവശ്യത്തിന് മാത്രമാണോ? എന്തുകൊണ്ടാണ് പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടാൻ ബുദ്ധിമുട്ടുന്നത്? നിരവധി പേർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം മാം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോ വൈറലായതോടെ നിരവധി പേർ ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മിൽമയുടെ അധികാരികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ വീഡിയോ കണ്ട ആരെങ്കിലും മേഡത്തെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? എന്നെ മിൽമയിൽ നിന്ന് മിൽമയുടെ MD തന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ MD എന്നെ വിളിച്ച് ചോദിച്ചു, ടീച്ചർ എന്താണ് ഈ പാലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ അറിയില്ല. കാരണം ഞാൻ അതിൻ്റെ ഒരു വിദഗ്ധയല്ല. പക്ഷേ കുട്ടിക്കാലം മുതലേ വീട്ടിലെ പശുവിൻ പാല് കൈകാര്യം ചെയ്ത് ശീലമുണ്ട്. അതുകൊണ്ട് പാൽ ഉറയൊഴിച്ചാൽ അത് ഉറ കൂടുന്നില്ല എന്നുള്ളത് എന്തോ വലിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്നെനിക്ക് ഉടനെ മനസ്സിലായി. അങ്ങനെ മനസ്സിലായി ഞാൻ ചതുരുപായങ്ങളും പ്രയോഗിച്ചു നോക്കി. അതായത് ഇനി ഉറയൊഴിച്ച തൈരിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് വിചാരിച്ച് വേറെ കുറച്ച് പാലെടുത്ത് ഞാൻ ലൈം ജ്യൂസ് ഉറ കൂടാൻ വേണ്ടി ലൈം ജ്യൂസ് ഒഴിച്ചു നോക്കി. എന്നിട്ടും ശരിയായ രീതിയിൽ ഉറ കൂടിയില്ല. അപ്പോഴാ പാലിൻ്റെ കണ്ടൻറ്റിലാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ മിൽമയുടെ MD എന്നെ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറയുന്നത് നമ്മൾ കേരളത്തിൽ ഈ പാല് മേടിക്കുന്ന, അതായത് പ്രിസർവേറ്റീവ്സ് കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ അന്ന് സംശയം പറഞ്ഞത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ടായിരുന്നു. പാലിൻ്റെ പ്രിസർവേറ്റീവ്സ് ടെസ്റ്റ് ചെയ്യുന്ന ഗണത്തിൽപ്പെട്ട ഒരു ഡോക്ടർ ഒരു 1.5-2 വർഷം മുൻപാണ് പറഞ്ഞിരുന്നു പാലിൽ ആവശ്യത്തിലധികം പ്രിസർവേറ്റീവ്സ് കണ്ടെത്താറുണ്ട് എന്ന്. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പ്രിസർവേറ്റീവ്സിൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ടാണോ എന്ന സംശയം രേഖപ്പെടുത്തിയത് എന്ന് ഞാൻ MDയോട് പറഞ്ഞു. അപ്പം MD പറഞ്ഞു, ഇവിടെ വെച്ച് പ്രിസർവേറ്റീവ്സേ പാലിൽ ചേർക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പറഞ്ഞു, നമ്മൾ പാല് വാങ്ങുന്നത് കേരളത്തിലെ പാല് മാത്രം നമുക്ക് മതിയാവില്ല. അപ്പോൾ നമ്മൾ പാല് വലിയ തോതിൽ വാങ്ങുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ വലിയ തോതിൽ പാല് വാങ്ങുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് പാല് വരുന്ന സോഴ്സ് അവിടെ, അതായത് ഈ പാല് സപ്ലൈ ചെയ്യുന്ന മിൽമയുടെ പാല് ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ പോലും പാല് സപ്ലൈ ചെയ്യുന്നവരുടെ കയ്യിലും പാകപ്പിഴകൾ ഉണ്ട്. കാരണം അവർ രാവിലെ ഇപ്പോൾ 5 ലിറ്റർ പാല് അളക്കുന്നു, വൈകുന്നേരവും 5 ലിറ്റർ പാൽ അളക്കുന്നു. നമുക്കൊക്കെ അറിയാം രാവിലെ കിട്ടുന്നത്ര പാല് വൈകുന്നേരം കറന്നാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? രാവിലെ കറന്ന് കിട്ടിയ പാലിൻ്റെ ബാക്കി ചിലപ്പോൾ ഫ്രിഡ്ജിൽ പോലും വെക്കാതെ, അതായത് ഞാൻ കുടുംബശ്രീയുടെ സർവേക്ക് പോയപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഫ്രിഡ്ജിൽ പോലും വെക്കാതെ ആ പാല് പുറത്ത് തന്നെ വെച്ചിരിക്കും, വേണമെങ്കിൽ ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത്. എന്നിട്ട് അത് വൈകുന്നേരത്തെ പാല്, അതായത് ഈ 5 ലിറ്റർ വൈകുന്നേരവും അളക്കണമെങ്കിൽ ആ 5 ലിറ്റർ അളക്കാൻ വേണ്ടി അതും കൂടി ഉപയോഗിക്കുമെന്ന്. അപ്പോൾ പാല് കേടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള പാലിന് പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ച് സംരക്ഷിക്കുമോ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പാല് എന്ന് പറയുന്ന സാധനം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അത് കൃത്യതയോടുകൂടി, അതായത് ഈ പാല് ആരോടൊക്കെ വാങ്ങുന്നു അവർക്കൊക്കെ കിട്ടേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പാൽ എങ്ങനെ സൂക്ഷിക്കണം കറവ കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ നിഷ്കർഷ, അതായത് നമ്മൾ കൃത്യമായിട്ട് പാൽ ഉൽപ്പാദകരുടെ വികസനത്തിന് വേണ്ടി വില കൂട്ടി കൊടുക്കാറുണ്ട്. അതിവിടെ ആരും എതിർക്കാറില്ല. വില കൂട്ടി കൊടുക്കുന്നതിന് അവരത് അനുഭവിക്കട്ടെ സന്തോഷമായിട്ട് എന്ന് തന്നെ വിചാരിക്കാറ്. പക്ഷേ അവർക്ക് ഈ പാല് ഉപയോക്താക്കളോട് വലിയ കടപ്പാടുണ്ട്. അവർക്ക് നല്ല പാല് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതാണ് പാൽ ഉൽപ്പാദകരുടെ എന്താ വെച്ചാൽ കടമ. ആ കടമ അവർ ശരിക്കും നിറവേറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പം ഈ ഒരു പ്രസ്ഥാനം തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ പിന്നെ അവർക്ക് പാൽ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്ന അവസ്ഥ വരും. അത് മനസ്സിലാക്കി കൊടുക്കണം.
അപ്പോൾ അത് മനസ്സിലാക്കി, അത് കർണാടകക്കാരാണെങ്കിലും ആന്ധ്രാക്കാരാണെങ്കിലും മഹാരാഷ്ട്രക്കാരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, കേരളത്തിലുള്ളവരോടും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഇനി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഈ വീഡിയോയും ശ്രദ്ധിക്കുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഞാൻ വേറെ ഒരു ആർക്കൈവ്സിലേക്ക്, മാതൃഭൂമിയുടെ ആർക്കൈവ്സിലേക്ക് ഒന്ന് പോവുക. 2023 മാതൃഭൂമിയിൽ വന്ന ഒരു ലേഖനം. അപ്പോൾ ആ ലേഖനത്തിൽ എന്താണ് പറയുന്നതെന്നറിയാമോ? ആ ലേഖനത്തിൽ ഈ ഇന്ത്യയിലുള്ള പശുക്കൾ 19.2 കോടി പശുക്കളുമുണ്ട്, 10.9 കോടി എരുമകളുമുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ 19.2 കോടി പശുക്കൾ, 10.9 കോടി എരുമ, പാല് തരുന്ന മൃഗങ്ങളുടെ പേരാണ് ഈ പറഞ്ഞത് കേട്ടോ. അത്രയേറെ പശുക്കളും ഒക്കെ ഉള്ള ഈ രാജ്യത്ത്, അതായത് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന അത് ഡോക്ടർ മുഹമ്മദ് എളയെടത്തു മീത്തൽ. ഈ പേര് കേൾക്കുമ്പോൾ ഇതൊരു മലയാളിയാണല്ലോ, ഇയാൾ പാലിനെ പറ്റി എങ്ങനെ പഠിച്ചു എന്നൊന്നും ആരും സംശയിക്കണ്ട. ഇദ്ദേഹം വളരെ പ്രശസ്തമായ ഇംഗ്ലണ്ടിലെ റോത്താംസ്റ്റഡ് റിസർച്ച് സ്റ്റേഷനിലാണ് ഈ ഗവേഷണത്തിന് വേണ്ടി അവിടെയുള്ള ഒരു ഡോക്ടർ മൈക്കൽ ലീയുമായി ചേർന്ന് പര്യവേഷണം നടത്തി അതിൽ വിജയം കണ്ട ആളാണ് ഈ ഡോക്ടർ മീത്തൽ. അപ്പം എന്താണ് ഈ റോത്താംസ്റ്റഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒച്ച ഇത്തിരി ഉയരുന്നത്? കാരണം ലോകത്തെ മുഴുവനും ഭക്ഷ്യസുരക്ഷയിലേക്ക് നയിച്ച കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആദ്യമായി രൂപപ്പെട്ടത് ഈ റോത്താംസ്റ്റഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റേഷനിലാണ്. അവർക്ക് 1800-കൾ തൊട്ട് ഇപ്പോഴും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഫാമുണ്ട്. എന്തിനാ അങ്ങനെ അത് മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതെന്ന്? അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ പറയും പാർശ്വഫലം മനുഷ്യരിൽ ഉണ്ടാകുന്നുണ്ടോ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലം മനുഷ്യരിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി അന്നു മുതൽ ഇപ്പോൾ വരെ ഇതേപ്പറ്റി പഠനം നടത്തുന്ന, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുക, അതുകൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കുക, അത് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ റിസർച്ച് സ്റ്റേഷനാണ് റോത്താംസ്റ്റഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ. എനിക്ക് ഈ സ്റ്റേഷനോട് ഇത്രയും മമത വന്നത് എന്തുകൊണ്ടാണെന്നല്ലേ, ഞാൻ PhD ചെയ്തത് കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ഇൻ അഗ്രികൾച്ചർ. അത് കേരളത്തെ പറ്റിയുള്ളൊരു പഠനം, ആ പഠനത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നെല്ലിനെ പറ്റി പഠിക്കാൻ പാലക്കാട് ജില്ലയിലാണ് ഞാൻ പോയത്, തെങ്ങിനെ പറ്റി പഠിക്കാൻ കോഴിക്കോട് ജില്ലയിലാണ് പോയത്, റബ്ബറിനെ പറ്റി പഠിക്കാൻ കോട്ടയം ജില്ലയിലാണ് പോയത്. എന്താണ് ഈ ജില്ലകളുടെ മൂന്നിൻ്റെയും പ്രത്യേകത? ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പാലക്കാട്. കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് തിരുവമ്പാടി തേങ്ങയാണ് മാതൃകാ തേങ്ങ, വിത്ത് തേങ്ങയായിട്ട് കേരളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയൊക്കെ അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം പാല, കോട്ടയം ആ ഭാഗമാണ് റബ്ബറിൻ്റെ ഈറ്റില്ലം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ 3 സ്ഥലങ്ങളിലും പോയി ഡേറ്റ കളക്ട് ചെയ്ത് പഠിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ റോത്താംസ്റ്റഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റേഷൻ. ഞാനത് ഇത്രയും പറഞ്ഞത് എന്നെ ഒന്നും നന്നാക്കി കളയാമെന്ന് വിചാരിച്ചില്ല. റോത്താംസ്റ്റഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റേഷനെ പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ടാണ് പൊക്കി പറയുന്നത് എന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നാണ് ഈ മീത്തലും ചേർന്ന്, അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റും മീത്തൽ എന്ന നമ്മുടെ സയൻറ്റിസ്റ്റും ചേർന്നാണ് കണ്ടെത്തിയത്. എന്ത് കണ്ടെത്തിയെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അതായത് പശുവിൻ പാല് ശുദ്ധമായിരിക്കണമെങ്കിൽ, ആരോഗ്യകരമായിരിക്കണമെങ്കിൽ എന്തു വേണം? പശു തിന്നട്ടെ സ്വാഭാവിക തീറ്റ. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേൾക്കാറില്ലേ, കാലിത്തീറ്റയ്ക്കകത്ത് പൂപ്പൽ പിടിച്ചിരുന്നു, അങ്ങനെ എന്തെല്ലാം കംപ്ലയിൻസ് ഇടയ്ക്ക് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. പൂപ്പൽ തന്നെ വലിയ സാൽമണല്ല, വലിയ വിഷമാണ്. അപ്പം അങ്ങനെയുള്ള മേടിച്ച തീറ്റകളല്ല കൊടുക്കേണ്ടത്. പശുവിന് കൊടുക്കേണ്ടത് സ്വാഭാവിക തീറ്റ. സ്വാഭാവിക തീറ്റ കൊടുത്താൽ പശുവിൻ്റെ പാല് അല്ലെങ്കിൽ എരുമയുടെ പാല്, ഈ പാലിനും ഈ മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന വ്യത്യസ്തത എന്താണ്? സ്വാഭാവിക തീറ്റ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ സ്വാഭാവിക തീറ്റ എന്ന് പറയുന്നത്? അതും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഫൈബർ കൂടുതൽ അടങ്ങിയവ എന്ന് വെച്ചാൽ നാരുകൾ കൂടുതൽ അടങ്ങിയ സാധാരണ പുല്ല്, 1 സാധാരണ തീറ്റ എന്ന് പറയുന്നത്. 2 പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ
അവ പുല്ലിനൊപ്പം പയറുവർഗ്ഗങ്ങളും അസോള, ശീമക്കൊന്ന, സൊബാബൂർ തുടങ്ങിയവ. അതായത് ഈ സൊബാബൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ശീമക്കൊന്ന എനിക്കറിയാം, അസോള അറിയാം, പയറുവർഗ്ഗങ്ങളും ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. പുല്ല് മാത്രം കൊടുക്കരുത്. അതിൻ്റെ കൂടെ പ്രോട്ടീൻ കിട്ടാൻ, പശുക്കൾക്ക് പ്രോട്ടീൻ കിട്ടണമെങ്കിലല്ലേ നമുക്ക് പ്രോട്ടീൻ പാലിൽ ഉണ്ടാകൂ. അപ്പം അതിനു വേണ്ടി ഇത്തരം സാധനങ്ങൾ ചേർക്കണം. ഇനി കാർബോഹൈഡ്രേറ്റ് കിട്ടാൻ എന്ത് വേണം? കൂടുതലടങ്ങിയ പുല്ലിനെയും കാലിത്തീറ്റ, ചോളം, ഗോതമ്പ് ഇതൊക്കെ ചേർക്കണം. പുല്ലിൻ്റെ ഒപ്പം കാലിത്തീറ്റ ചേർക്കാം, നല്ലതാണെങ്കിൽ. നേരത്തെ പറഞ്ഞതുപോലെ പൂത്തുപോയതല്ല. അതുപോലെ ചോളം, ഗോതമ്പ് തുടങ്ങിയവ ഉൾപ്പെടുത്താം. ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുന്ന തീറ്റയാണ് സാധാരണ കാലിത്തീറ്റ എന്ന് പറയുന്നത്. ഈ സാധാരണ കാലിത്തീറ്റ കൊടുത്ത് വളർത്തുന്ന പശുവും എന്താണ് പറയുക, എരുമയും നൽകുന്ന പാല് ശുദ്ധമായ പാലായിരിക്കും എന്നാണ് മിസ്റ്റർ മീത്തൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലമായിട്ട് റോത്താമസ്റ്റഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റേഷനിലെ സുഹൃത്ത് സയൻറ്റിസ്റ്റുമായി ചേർന്നുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ആർക്കും മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ പോയാൽ ഈ ആർട്ടിക്കിൾ കിട്ടുന്നതാകുന്നു. ഈ ആർട്ടിക്കിളിൻ്റെ ഡേറ്റ് ഞാൻ പറയാം. അതായത് 2023 മെയ് 26 വെള്ളിയാഴ്ച, 2023 മെയ് 26 വെള്ളിയാഴ്ചത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ ആർക്കൈവ്സ് പോലെ സൂക്ഷിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഈ അസാധാരണ തീറ്റ, അതായത് സ്വാഭാവിക തീറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ അസാധാരണമായ തീറ്റകൾ വല്ലതും കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഈ പറയപ്പെട്ട പാൽ ചുരത്തുന്ന മൃഗങ്ങൾ കൂടുതൽ മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യും. അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതാണ്. അതുമാത്രവുമല്ല, അത് അപകടകരമായ തോതിൽ ഈ മീഥെയ്നിലുണ്ട്. അത് പശുക്കൾ വളരെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോൾ? അസ്വാഭാവിക തീറ്റ, അയ്യോ പാല് കൂടുതൽ കിട്ടട്ടെ എന്ന് പറഞ്ഞൊക്കെ ഓരോ അസ്വാഭാവിക തീറ്റകൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ മീഥെയ്ൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, പാലിൻ്റെ ശുദ്ധി അത് കുറച്ച് കളയും എന്ന്. അതുമാത്രമല്ല, പശുവിൻ്റെ വളർച്ചയെയും അത് കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതായത് മീഥെയ്ൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള തീറ്റി കൊടുത്താൽ പശുവിൻ്റെ പാല് കൂടിയേക്കാം, പക്ഷെ പശുവിൻ്റെ വളർച്ച കുറയും എന്നുകൂടി അവരുടെ കണ്ടെത്തലിലുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. സാധാരണ തീറ്റി കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുന്ന പശുവിൻ്റെയും എരുമയുടെയും പാലാണ്. അത് നല്ല രീതിയിലാണ് സംഭരിക്കുന്നതും പ്രിസർവ് ചെയ്യുന്നതും എങ്കിൽ, അതായത് സൂക്ഷിച്ചു വെക്കുന്നതുമെങ്കിൽ പാല് സാധാരണ രീതിയിൽ ഉറ കൂടാൻ ബുദ്ധിമുട്ട് വരേണ്ടതല്ല. അപ്പം എവിടെയോ പാകപ്പിഴയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പാലിന് ഉറ കൂടുന്നില്ല എന്ന കംപ്ലൈൻറ്റ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MD ഒന്ന് ശ്രദ്ധിക്കണം ഈ പാലിൻ്റെ കാര്യത്തിൽ എന്ന് തന്നെയാണ് ഈ തിരുവോണക്കാലത്ത് പാലിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ മലയാളികളെ സംരക്ഷിച്ച് നിർത്താൻ മിൽമയ്ക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ താങ്കൾക്കും അത് ആത്മവിശ്വാസം തരും, മിൽമയ്ക്കും ആത്മവിശ്വാസം തരും. മിൽമയുടെ സെയിൽസ് ഒരുപാട് വർദ്ധിക്കും, മിൽമ മേൽക്കുമേൽ വളരുകയും ചെയ്യും. ഓക്കെ, എന്തായാലും മിൽമ ചെയർമാൻ തന്നെ മാഡത്തെ ഡയറക്റ്റ് വിളിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും പാലിൻ്റെ ഗുണം കൂടുമായിരിക്കുമല്ലേ. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുള്ളത്, മാഡത്തിന് എന്താണ് മിൽമയോട് ഈ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ കൊടുക്കാനുള്ള ഒരു ഉപദേശം? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് എന്നോട് അദ്ദേഹം വളരെ നിർബന്ധപൂർവം ഇവിടുത്തെ മിൽമയുടെ ഉൽപ്പാദന യൂണിറ്റ് ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ തിരക്കാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും വന്ന് കാണാം. കാരണം ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാനിങ്ങനെ എൻ്റെ പേഴ്സണലായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി അല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അദ്ദേഹം ഇതും ശ്രദ്ധിക്കുമായിരിക്കും, നമ്മുടെ ഈ വീഡിയോയും ശ്രദ്ധിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, അതായത് ഈ മിൽമ ഇതുപോലെ പാല് സ്റ്റാൻഡേർഡൈസ് ചെയ്താൽ, അതായത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു എന്ന് ഗുണഭോക്താക്കൾക്ക് ഉറപ്പുണ്ടായാൽ തീർച്ചയായിട്ടും പാലിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. പാലിൻ്റെ മാത്രമല്ല, പാലിൻ്റെ ഉപോൽപ്പന്നങ്ങളുടെയും. നമുക്കറിയാം അമൂലിൻ്റെ ഉപോൽപ്പന്നങ്ങൾ കേട്ട മാത്രയിൽ ചാടി വീഴും മലയാളികൾ. അത് നമ്മുടെ അമൂൽ കുര്യൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത്ര ക്വാളിറ്റിയിൽ അമൂല് എത്തിപ്പെട്ടത്. ഇപ്പോഴും അതേ ക്വാളിറ്റി
പിന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അമൂലിൻ്റെ പ്രശസ്തി കുറയുകയോ അതിൻ്റെ ഡിമാൻഡ് കുറയുകയോ ചെയ്യാത്തത്. അപ്പോൾ അമൂലിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ മിൽമയെ ഉയർത്തണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ MD വിചാരിച്ചാൽ ഈ പാലിൻ്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും ഉയർത്താൻ പറ്റും. അങ്ങനെ ഗുണനിലവാരം ഉയർന്ന് കഴിഞ്ഞാൽ ആ ഉയർന്ന ഗുണനിലവാരമുള്ള പാല് കൊണ്ട് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കാര്യത്തിലും നല്ല ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡും 10 മടങ്ങ് വർദ്ധിക്കും. അത് പ്രത്യേകിച്ചും ഈ ഓണം വരുന്ന സമയത്ത് മുതലേ ആ വളർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓർക്കേണ്ടത് കേരളത്തെ ഒരു നവയുഗ കേരളമാക്കി മാറ്റുക എന്ന ആഗ്രഹം നമ്മുടെ മുഖ്യമന്ത്രിക്കല്ല, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് ആകെപ്പാടെ. അതിനാണല്ലോ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയധികം വോട്ടുകൾ കൊടുത്ത ജനം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തൊഴിലുകൾ വ്യാവസായികമായി പിന്നോട്ട് നിൽക്കുന്ന തൊഴിലില്ലായ്മ അതിരൂക്ഷമായ കേരളത്തിൽ ഈ മിൽമയുടെ ഉപോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ തന്നെ ഏർപ്പെട്ട് ഒരുപാട് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയും. അതുമാത്രവുമല്ല, മിൽമയുടെ പാലിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുക, ഉപോൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുക, മിൽമയുടെ പാലിന് തന്നെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോഴേക്കും കൂടുതൽ ക്ഷീരകർഷകർ വരും. ഇപ്പോൾ നമ്മൾ കർണാടകത്തിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വാങ്ങുന്ന പാല് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൂടെ? നമുക്കറിയാം, ഇഷ്ടം പോലെ ഭൂമി ഇവിടെ കൃഷി ചെയ്യാതെ തരിശായി കിടക്കുകയാണ്. ഈ തരിശു ഭൂമികളൊക്കെ കൃഷിയോഗ്യമാക്കി അവിടെയൊക്കെ ഡയറി ഫാംസ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനുമൊക്കെ ആയിട്ട് ധാരാളം മലയാളികൾക്ക് തന്നെ തൊഴിൽ ലഭിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താൻ ഈ മിൽമയ്ക്ക് കഴിയട്ടെ, MDക്കും അതിന് കഴിയുമാറാകട്ടെ എന്നാണ് എൻ്റെ ആശംസ, നമ്മുടെ പ്രതീക്ഷയും.